സമയം എന്താ 10:45 നമ്മളൊന്ന് പുറത്തിറങ്ങാണ്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നമുക്കൊന്ന് ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫിഷ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് ഉണ്ടോ നടന്നാലും തീരില്ല. ഇവിടെ നമ്മൾ മീനുകളൊക്കെ വാങ്ങണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇത്തിരിയൊക്കെ ബാർഗെയിൻ ചെയ്യണമെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ തന്നെയാണ് വാങ്ങിയത്. പിന്നെ ഒട്ടുമിക്ക മീനുകളും അവിടെ നിന്ന് കിട്ടും നമുക്ക്. അതുപോലെ തന്നെ മീനുകൾ മാത്രമല്ല, ചിക്കനായാലും അതുപോലെ ബീഫ്, മട്ടൻ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. ഇതാ കണ്ടോ, പോത്തിൻ്റെയൊക്കെ കാലാണെന്ന് തോന്നുന്നുണ്ടായിരിക്കുന്നത്. ഞങ്ങളങ്ങനെ മീനുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ള മീനൊക്കെ വാങ്ങിയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് കട്ടാക്കി തരും അവർ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് കൊടുത്തിട്ട് നമ്മളൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമായിരുന്നു. നമ്മളങ്ങനെ ആ സമയം കൊണ്ട് അവിടെ തന്നെ ഒന്ന് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ കുറേ ഫിഷ് ടാങ്കുകളിലായിട്ട് അങ്ങനെ ഒരുപാട് മീനുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഞണ്ടുകൾ, അതുപോലെ തന്നെ ലോബ്സ്റ്റർ, പിന്നെ പല ടൈപ്പ് മീനുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ തന്നെയുള്ള റെസ്റ്റോറൻറ്റുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് കുക്ക് ചെയ്ത് തരും. ഇവിടെ തന്നെ അതുപോലെ നമുക്ക് ഫിഷ് ടാങ്കിലൊക്കെ ഇടാൻ പറ്റിയ മീനുകളും ഉണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ തന്നെയുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലും കൂടി കയറിയിരുന്നു. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പൊന്നൂന് ഈ മസാജിങ് ചെയറിലൊന്നും ഇരിക്കണം എന്ന് പറഞ്ഞു. വേദനയുണ്ടോ? മസാജിങ് ചെയറിൽ ഇരിക്കണം എന്ന് പറഞ്ഞത് പൊന്നൂസായിരുന്നു. പക്ഷെ പൊന്നു ഇരുന്നത് വേഗം എനിട്ടുട്ടാ വേദനിക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ചക്കു നല്ല കുട്ടിയായിട്ട് ഇരുന്നു കേട്ടോ. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ചക്കു വണ്ടിയിൽ തന്നെ ഇരുന്ന് ഉറക്കമായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അത്രയും സമയം ആയതുകൊണ്ട് തന്നെ വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു സമയം 1:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും കഴിക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഷവർമയും ഈ കുലുക്കി സർബത്താണ് പറഞ്ഞത്. കുലുക്കി സർബത്തിന് കുറച്ച് എരിവുണ്ടായിരുന്നതുകൊണ്ട് തന്നെ പൊന്നൂനും ചക്കൂനും കാര്യമായിട്ട് കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവർ ഞങ്ങളുടെ കയ്യിൽ തന്നെ തന്നിട്ടുണ്ട്. കാരണം അതിൽ മുളകൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എരിഞ്ഞിട്ട് 2 പേരും അത്യാവശ്യം നേരം ഇങ്ങനെ എരിയണോ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ എരിവ് മാറ്റാനായിട്ട് നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. പൊന്നും അത്യാവശ്യം ഇൻട്രസ്റ്റോടെ തന്നെ മിഠായികൾ സെലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ചക്കുവിന് വലിയ മൂടില്ല. കാരണം ചക്കു ഉറക്കപ്പിച്ച ആയതുകൊണ്ട് തന്നെ ചക്കുവിന് ഇത്തിരി എന്താ പറയുക, വേണം വേണ്ട എന്നുള്ളൊരു മട്ടായിരുന്നു. വേഗം പോകണം എന്ന് പറഞ്ഞിട്ടാണ് ചക്കു നിൽക്കുന്നത്. പിന്നെ എന്തായാലും അവർക്ക് ആവശ്യമുള്ള ചോക്ലേറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ റൂമിലേക്ക് എത്തുമ്പോൾ സമയം 2:30 ആയിട്ടുണ്ട് കേട്ടോ.